പൗലോസേട്ടൻ പറഞ്ഞു, പാടാൻ മണിക്കൂട്ടാ, നിന്നെ മുഴുവൻ ശരിയാവില്ല, നീ പോണം, നീ നല്ലവനാകണം, എനിക്കറിയാം നീ നല്ലവനാവും, നീ പോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്ക് പോയി. ഞാൻ ഏറ്റവും പുറയിൽ പന്തലിൽ അപ്പോൾ ഒരു കാലി വെച്ച് കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ വന്ന അച്ഛന്മാരെ എനിക്ക് കാണാം. അപ്പോൾ കാലി വെച്ച് ചെല്ലുമ്പോൾ ഒരു പ്രേക്ഷകർക്ക് പറഞ്ഞു, സഹോദരൻ ഇച്ചിരി മുന്നോട്ട് കിടന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനാണ് തീരുമാനിക്കുന്നത് എവിടെ ഇരിക്കണം എവിടെ ഇരിക്കണ്ടെന്ന് എന്ന് പറഞ്ഞു. അത് എൻ്റെ പോക്കറ്റിൽ സിഗരറ്റുണ്ട്, മടിയിൽ ദിനേശ് വീടിയുണ്ട്. അപ്പം ഞാൻ ഈ ദിനേശ് വീടിയൊക്കെ കത്തി വലിക്കാൻ മാത്രമൊരു സെറ്റപ്പാക്കിയാണ് ഞാനായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പായി. അന്നേയും 12 പിന്നെ വെള്ളം ബ്രെഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നത് ഈ കറുത്ത അച്ഛനാണ്, ഏറ്റവും കൂടുതൽ പൊക്കമുള്ളൊരു കറുത്ത അച്ഛൻ. അതാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഈ അച്ഛൻ കടന്നു പോകും. അച്ഛൻ കടന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇന്ന് എല്ലാവരും എനിക്ക് ഇത് കാണാം എന്ന് സന്തോഷിച്ചു. മന്ത്രം, ഈ ഇത്രയും ആൾക്കാരെ വശീകരിക്കുന്ന മന്ത്രമുണ്ടല്ലോ, ആ മന്ത്രം ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ കോട്ടയിൽ അങ്ങനെ അച്ഛന് വചനമൊക്കെ തുടങ്ങാണ്. വചനം എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു, ആകാശത്തിന് കീഴെ മാനവൻ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു ദൈവനാമം നൽകപ്പെട്ടില്ല യേശുവിനല്ലാതെ. അച്ഛൻ പറഞ്ഞു, അവിടെ അനേകം സാക്ഷികൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം വേണോ, സന്തോഷം വേണോ, ആനന്ദം വേണോ എങ്കിൽ നിങ്ങൾ കർത്താവായ യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ ചിന്തിച്ചു വന്ന പരിശുദ്ധ കുർബാനയിലുള്ള ആരാധനയാണ്. ഈ ആരാധനയിലെ അച്ഛൻ പറഞ്ഞു, എല്ലാവരും കണ്ണ് തുറന്ന് ആരാധനയ്ക്ക് നോക്കാൻ പറഞ്ഞു. ആരാധനയ്ക്ക് നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനവൻ്റെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാതിൽ വന്ന് ആര് പറയാണ്, കുഞ്ഞെ നീ ഭാരപ്പെടണ്ട, നീ വിഷമിക്കണ്ട, നിന്നെ ഇതാ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ ചുറ്റും നോക്കി, ആരാ ഇതാ പറഞ്ഞ് ആരാണെന്നോ ചുറ്റും നോക്കി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു അവസ്ഥയിലായി. അത് കഴിഞ്ഞ് കർത്താവ് ഇങ്ങനെ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായി കണ്ടു. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നിന്നെ ഞാൻ സഹായിച്ചിരിക്കുന്നു, ഭയപ്പെടണ്ട, നിന്നെ ഞാൻ സഹായിച്ചിരിക്കുന്നു, വെറുതെ നിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് അപ്രതീക്ഷിതമായിപ്പോയി. അത് ഞാൻ കുറേ രംഗത്ത് അടക്കിയും കൊടുത്തിങ്ങനെ അവരെ എല്ലാവരോടും നോക്കി, കർത്താവിനെ നിങ്ങൾ കണ്ടോ, കർത്താവിനെ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടു. അപ്പോൾ ഒരു 3-4 പേരോടും ചോദിച്ചു, അടുത്തേക്കും ചേട്ടനോട്, ചേട്ടാ കർത്താവിനെ ചേട്ടൻ കണ്ടായിരുന്നോ? അപ്പോൾ ഇല്ലില്ല കണ്ടു, ചേട്ടൻ അങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കുന്നു പറഞ്ഞുണ്ടോ. അപ്പോൾ അടുത്തേക്ക് ചോദിച്ചു, കർത്താവിനെ കണ്ടായിരുന്നോ? ഇല്ലില്ല ഞാൻ കണ്ടില്ല. കർത്താവിനെ കണ്ടായിരുന്നോ? ഇല്ലില്ല ഞാൻ കണ്ടില്ല. 3-ാമത്തെ ഒരു വർഷം വന്നപ്പോൾ ഒരു വലിയ ശക്തി എൻ്റെ മേലയച്ചു. വലിയ ശക്തി എൻ്റെ മേലയച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ കർത്താവ് വീണ്ടും പ്രത്യക്ഷനായിരിക്കുന്നു. കർത്താവ് ഇതാ ജീവനോടെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ജെറമ്യ 29:11, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, തോമസ് ലീഗ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ ഇന്നു മുതൽ എല്ലാ ദുശീലങ്ങളും ഞാൻ നിർത്തിയിരിക്കുന്നു. കർത്താവേ, എന്നോട് ശക്തി എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ്
ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് അങ്ങനെ കർത്താവിനെ കണ്ടു. ഞാൻ എൻ്റെ മദ്യപാനം നിർത്തി, എൻ്റെ പുകവലി നിർത്തി, എൻ്റെ എല്ലാ ദുശീലങ്ങളും നിർത്തി ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രലോഭനമായ ആൾക്കാർ വരണ്ടേ എൻ്റെ അടുത്തേക്ക്. ഒരു 50 അടിക്കാൻ പോകണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല, പോലില്ല, നീ എന്നാൽ നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സാത്താനാണ്. ദൈവം പറഞ്ഞ് ദൈവം തന്നെ ചാരായം ഉണ്ടാക്കിയത്, അത് കുടിക്കാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു യഥാർത്ഥ ജീവിക്കുന്ന ദൈവമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നീയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്ന ദൈവമല്ല, യഥാർത്ഥ ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവരങ്ങനെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ മദ്യപിച്ച് വരികയാണ്. അപ്പം ഞാൻ ആ റോട്ടിലിങ്ങനെ നിൽക്കുക. ഒരു ചേട്ടൻ മദ്യപിച്ച് വന്ന് കിടക്കുകയാണ്. ഈ ചേട്ടൻ മദ്യപിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ കിടക്കുന്ന ചേട്ടൻ പറയാണ്, എന്നടാ നിന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണമെന്നുണ്ട്, ഞാൻ ഈ പ്രകാരം കിടക്കുകയാണ്, ഇപ്പം അതൊക്കെ പൊക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഞാൻ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. എൻ്റെ ആ ചേട്ടൻ പറയാണ്, പൊന്നു മോനെ ആ ചേട്ടനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ചേട്ടനും ഞാനും കൂടി ഒന്നിച്ച് പോയാൽ ശരിയാ. ആ ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ, ആ വണ്ടി വെയിറ്റ് ചെയ്ത് വണ്ടിയിൽ ലോഡൊക്കെ ഇറങ്ങിയപ്പോൾ ആ ചേട്ടൻ തന്നെ വീട്ടിൽ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുക്കാം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങൾ പൗലോസേട്ടൻ പറഞ്ഞു, മണിക്കുട്ടൻ ഇനി ഒരു കാര്യം ചെയ്യണം, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും പൗലോസേട്ടനും കൂടി ഞങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുകയാണ്. അപ്പോൾ അന്ന് ആ ധ്യാന ഹോളിൻ്റെ മുകളിൽ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലൊക്കെ നിറച്ച ആൾക്കാരെ 10,000-15,000 വരും ആൾക്കാരുണ്ട്. അവിടെ നിന്ന് പനക്കലച്ചൻ്റെ ശുശ്രൂഷ നടന്നപ്പോഴേ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മണിക്കുട്ടനെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ വിചാരിച്ചു എത്ര മണിക്കുട്ടന്മാരുണ്ട്, പിന്നെ എന്നെ മാത്രം നടത്തുന്ന കാര്യമല്ല എന്ന്. അപ്പം എനിക്കതിനുള്ള ഗ്ലാമറുമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ വിളിച്ചു പറയാണ്, മണിക്കുട്ടൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറക്കി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് അനേകരെ നയിക്കാൻ വേണ്ടി ആ മണിക്കുട്ടനെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് നോക്കി. ഇനി വേറെ ആരെങ്കിലും മണിക്കുട്ടന്മാരുണ്ടോ എന്ന് എഴുന്നേറ്റ് നോക്കി. ആരുമില്ല. അപ്പോൾ അത് ധ്യാനം കഴിഞ്ഞു. ഞങ്ങൾ പനക്കലച്ചൻ കാണാൻ പോയി. അപ്പോൾ പനക്കലച്ചനെ എന്നോട് പൊറസൻ പറഞ്ഞു, പനക്കലച്ചനെ കണ്ടിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. ഒത്തിരി കഷ്ടപ്പെട്ട പനക്കലച്ചൻ കാണാൻ പോയി. പനക്കലച്ചൻ കാണാൻ ചെന്നിട്ട് കണ്ടില്ല. എനിക്ക് മുൻദേഷ്യമാണ്, മൂക്കത്ത് ഈച്ച വന്നിരുന്ന വെട്ടി മാറ്റും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരാളിറങ്ങുമ്പോൾ ഞാൻ ഭാര്യയോട് കഴിയുമ്പോൾ ആക്കാനാന്ന് പറയും. അപ്പോൾ ഭാര്യ എനിക്കവിടെ ഇരുന്നു. അപ്പോൾ അടുത്ത ആൾ കയറും. കയറി അതിന് ഉച്ച കഴിയാറായി. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഈ അച്ഛന് വിശപ്പും വെള്ളവും ദാഹമൊന്നുമില്ലേ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്. അന്നേരം എൻ്റെ ചെവിടിൻ്റെ ഒരു വചനം പറയാണ്, യോഹന്നാൻ 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്നടക്കൊന്ന് കുടിക്കട്ടെ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിസ്തലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവനത്തിൻ്റെ അരുവി ഒഴുകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ അങ്ങനെ ദാഹിക്കുന്നവരും തന്നെ ഇരിപ്പില്ല, അങ്ങനെ അടുത്ത് വെള്ളം ഇരിപ്പില്ല, പിന്നെ എങ്ങനെ ദാഹിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. വീണ്ടും ആ വചനം എൻ്റെ വന്നു. അത് കഴിഞ്ഞ് പനക്കച്ച മുറി പനക്കച്ച എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് വന്നു. അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്.
ഇങ്ങനെ വരൂ, വാ വാ ഇരിക്കും. അച്ഛൻ ഭക്ഷണം പോയി കഴിച്ചോ, അത് കഴിഞ്ഞിട്ട് വന്ന് വേണമെന്നേ വാ. അച്ഛൻ പറയാണ്, മണിക്കുട്ടൻ അല്ലേ? ഞാൻ ഇങ്ങനെ തെറ്റായ ചിന്ത വരുന്നു, എൻ്റെ പേരെങ്ങും പൊലച്ചേട്ടന് മുമ്പ് വന്ന് എഴുതി കൊടുത്തിട്ട് പോയതാണോ എന്ന് ഇങ്ങനെ തിന്നു വന്നു. അത് കഴിഞ്ഞിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു അല്ലേ, സകല ചൂതാട്ടങ്ങളും ഉണ്ടായിരുന്നു അല്ലേ, അതെല്ലാം കർത്താവ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നിന്നെ ദൈവത്തിൻ്റെ വചനപ്രവേശനായി ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ട് എന്താ പിള്ളേ വചനം? അപ്പം അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്താണ് വചനം? വചനം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു വചനം ഇതാണ്. യോഹന്നാൻ 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ ഇടയ്ക്ക് വന്ന് കുടിക്കുവിൻ, വിസ്തലിഖിതം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിസ്തലിഖിതം പ്രഖ്യാപിക്കുന്ന പോലെ ജീവലത്തിൻ്റെ അരുവി ഒഴുകും. ഈ വചനമാണ് അച്ഛൻ പറഞ്ഞത്. ഈ വചനമാണ് സ്റ്റേജിൽ കർത്താവ് എന്നോട് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു ഇവിടെ ബൈബിൾ കോളേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് എന്തോ ക്ഷമിക്കാനുള്ളൊരു കൃപ കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് അച്ഛാ. അച്ഛൻ നോക്കിയിരുന്നിരുന്ന് ക്ഷമിക്കാനുള്ള കൃപ കിട്ടിയിട്ടുണ്ട്. പിന്നെ എഴുന്നേക്കലും ഇരിക്കലും ഒരു എക്സസൈസും ആയി അച്ഛൻ. അപ്പോൾ അച്ഛൻ ചിരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ബൈബിൾ കോളേജ് പഠിക്കേണ്ടത് നീ 2 പേരും ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു. ഞങ്ങൾ അല്പം സ്നേഹമായിരുന്നു, അല്പം സ്നേഹത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒന്ന് പെണ്ണെ നിനക്ക് ഞാനും നിനക്ക് നീയും. ഹല്ലേലൂയ. നമ്മൾ 2 കണ്ണിൽ 1 കണ്ണാകുന്ന ജീവിക്കണമെന്നൊക്കെ ഒത്തിരി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ ജീവമാകുന്ന കുളത്തിലേക്ക് ഇറങ്ങും. പക്ഷേ ഇത് ഇത്രയൊക്കെ ആയാലും ദൈവത്തിൻ്റെ പദ്ധതി അദ്ദേഹം നടപ്പാക്കും. ദൈവം അതാരും മറ്റന്നാലും അവന് തട്ടി മാറ്റിയിട്ട് നടപ്പാക്കും. ദൈവത്തിൻ്റെ പദ്ധതി ഈ വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിച്ചോളാൻ പറഞ്ഞു. അച്ഛൻ അനുവാദം തന്നു. അപ്പോൾ പറഞ്ഞു, താഴെ അപ്പുറ മുറിയിൽ തർച്ചനെ കണ്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്ന് വരാമെന്ന് പറഞ്ഞു. തർച്ചേസിൻ്റെ അടുത്ത് നിന്ന് അന്ന് അച്ഛൻ ചെറുപ്പക്കാരനാണ്. അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇരിക്കാൻ പറഞ്ഞു. അത് അച്ഛൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ 10 വയസ്സിൽ ഞങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ബൈബിളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, അതിനെന്നാ നിങ്ങൾ പഠിച്ചു, ധൈര്യമായിട്ട് പഠിച്ചു, പൈസ ഒന്നും കൊടുക്കണ്ടാവുന്നു. ഹല്ലേലൂയ. അങ്ങനെ 7ാം ബാച്ചിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മൈക്കൽ കാരിമറ്റച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബൈബിൾ കോളേജിൽ 7ാം ബാച്ചിൽ പഠിച്ചു. 7ാം ബാച്ചിൽ പഠിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ്, മലയാറ്റൂരിൻ്റെ അടുത്താണ് തോമസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മലയാറ്റൂർ പോകുമ്പോൾ, പണ്ടൊക്കെ മലയാറ്റൂർക്ക് പോയിട്ടുണ്ട്. മലയാറ്റൂർക്ക് പോയെങ്കിൽ തോമസിനെ എനിക്ക് അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്നെ പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തോമസ് എന്ന് പറഞ്ഞു. ഭാര്യയുടെ പേര് സുസിലി. അപ്പോൾ 2 പേരും ഞങ്ങൾ 2 പേരും മാമോസ് സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട പനക്കലച്ഛനും തടത്തുവച്ചനും ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാം ചേർന്ന് മുറിങ്ങൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ച് അവിടുത്തെ വികാരിച്ചിൻ്റെ നേതൃത്വത്തിൽ മാമോസ് സ്വീകരിച്ച് ഞങ്ങൾ 10-30 പേരുണ്ടായിരുന്നു. മാമോസ് സ്വീകരിച്ച് മണിക്കൂറിനായി ഞാൻ തോമസായി മാറി, സുജ എന്ന് പറഞ്ഞ മകള് സുശീലയായി മാറി. ഞങ്ങളങ്ങനെ സന്തോഷ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ബൈബിൾ കോളേജ് കഴിഞ്ഞ് അല്പം പ്രേക്ഷിപ്പണി ചെയ്യാമെന്ന് വെച്ച് നാട്ടിൽ ഇറങ്ങി, ധൈര്യമായിട്ട് ഇറങ്ങിയിരുന്നു. ഞാനാണ് മരുന്നെന്ന് പറഞ്ഞാൽ ആരും വാതിലിളക്കൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിലെ ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു, ഞങ്ങൾ വേണ്ടപ്പെട്ട കുടുംബം. അമ്മച്ചി വന്ന് പറഞ്ഞു, എൻ്റെ മകള് അവൾ ഭർത്താവിനെ വായിക്കുന്നില്ല, ഭർത്താവാണെങ്കിൽ പാവമാണ് എന്ന് അവൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ്
കയറി ഉത്തരത്തിൽ കയറൊക്കെ കെട്ടുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു 6 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. 6 മണിയാകുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റിലത്തെ പേരൻസിൻ്റെ പ്രവർത്തനമാണ്. ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ച് കർത്താവ് തന്ന ഒരു പ്രേക്ഷപ്പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നു സംസാരിച്ചു. ചെറുക്കനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളാണ് ചൂടാവുകയാണ്. എൻ്റെ മണിക്കുട്ടൻ ചേട്ടാ, എൻ്റെ സുചേച്ചി, നിങ്ങൾക്കെല്ലാം വട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് എന്നെ തേടി വന്നത്? ഞാൻ ഇയാൾക്ക് ജീവിക്കില്ല. ഞാൻ ഇപ്പം തന്നെ നമ്മൾ കയറി. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ചേട്ടൻ കളിയാക്കണം, ധൈര്യമായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം പെണ്ണിൻ്റെ അമ്മ മോളെ നീ കയറില്ല മോളെ എന്ന് പറഞ്ഞു. ചേച്ചി അവൾ കയറി പഠിക്കട്ടെ, അവൾ ട്രെയിനിങ് ആണത്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഭാര്യ ഞാൻ പിന്നെ ആ ചെറുക്കനോട് പറഞ്ഞു, ആ ചെറുക്കൻ്റെ വീട് നേരിമംഗലത്താണ്, ഞങ്ങളുടെ ഒരു പെരുമ്പാരും. അപ്പോൾ ആ ചെറുക്കൻ പറഞ്ഞു, എൻ്റെ ചേട്ടൻ എന്തോരം പണിയെടുത്ത് കൊണ്ടുകൊടുത്താലും ഇവക്ക് പോരാ, ഇവക്ക് ഡ്രസ്സ് വേണം, ഇവക്ക് കമ്മൽ വേണം, മാല വേണം, എല്ലാം ഞാൻ തോറ്റു. എനിക്കാണ് വലിയ കൂലിയൊന്നും കിട്ടുന്നില്ല. വീട്ടിലെ കാര്യവും ഇവിടുത്തെ കാര്യവും എല്ലാം നോക്കണ്ട ചേട്ടാ, ഞാൻ ആകെ കഷ്ടപ്പെട്ടു ചേട്ടാ, ഞാനും മരിക്കാൻ പോകുന്നു പറഞ്ഞു. ഇവള് ഇറങ്ങി കഴിഞ്ഞപ്പോഴാ ഇവൻ കയറി. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യടാ, നീ ആ ജനൽക്കട ചവിട്ടി കയറാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ 2 പേര് താട് ഇറക്കി നിർത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു ലാസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അപ്പോഴേക്കും സമയം 11 മണി രാത്രി, 6 മണിക്ക് പോയതാണ്. യാത്രയായി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു പറഞ്ഞു, ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേട്ടോളാം, ഞങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചോളാം, അതുപോലെ ഞങ്ങൾ ചേട്ടൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിൽ പങ്കെടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ നാട്ടിൽ ഒത്തിരി പ്രേക്ഷക പ്രവർത്തനം നടന്നു. നാട്ടിലുള്ള ആളുകളെ അങ്ങനെ കൈ കിട്ടുന്ന ആളുകളെ എല്ലാം ഡിബേറ്റിലേക്ക് ഞങ്ങൾ പറഞ്ഞിടും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഡിബേറ്റ് കൂട്ടായ്മയുടെ ഒരു വചന പ്രൊഫഷനായി ദൈവം എന്നെ ഉയർത്തി. അപ്പോൾ ദൈവം എന്നെ കേരളം മുഴുവൻ പ്രസംഗിക്കാൻ അയച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് എനിക്ക് തലയിൽ ഒരു പെരുപ്പം അനുഭവപ്പെട്ടു. തല മയങ്ങിപ്പോണ ഒരവസ്ഥ, ഒരു സൈഡിലേക്ക് മയങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞ് മയങ്ങിപ്പോയാൽ പിന്നെ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. അത് അടുത്ത കോതമംഗലം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, വണ്ടി പിടിച്ച് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു വെന്റിലേറ്ററിൽ കയറ്റാൻ പറഞ്ഞു. വെന്റിലേറ്ററിൽ കയറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയാണ് ഇദ്ദേഹത്തിന് മാനസിക രോഗത്തിൻ്റെ മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ മാനസിക രോഗത്തിന് മരുന്ന് ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ കണ്ണടച്ച് കിടപ്പായി. അന്ന് പകൽ മുഴുവൻ കിടപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു മാനസിക രോഗത്തിന് മരുന്നും കൊടുക്കേണ്ട, സാറ് വീട്ടിലേക്ക് വിട്ടായിരുന്നു പറഞ്ഞു. വീട്ടിലേക്ക് ഞങ്ങൾ പോന്നു. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും കൂടുതലായി. അതുകൊണ്ട് വീണ്ടും ആ സ്ഥിതി തന്നെ ചെന്നു. അവിടെ ഇപ്പോൾ അവർ പ്രാഥമിക ശുശ്രൂഷ മാത്രമേ ചെയ്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം അടുത്തുള്ള കോളഞ്ചേരി ആസ്പത്രിക്ക് വിട്ടോളാൻ പറഞ്ഞാൽ അവിടെ വെന്റിലേറ്ററിൽ എന്നെ അവിടെ ആംബുലൻസിലാക്കി കോളഞ്ചേരി ആസ്പത്രിയിൽ എൻ്റെ ചേട്ടൻ്റെ ചേച്ചിയും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടി കോളഞ്ചേരി ആസ്പത്രിയിൽ ചെന്നു. ഡോക്ടർ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഭാര്യയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു, അത് തലയിലാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ എടുത്ത് നോക്കാൻ പറഞ്ഞു ഡോക്ടറോട്. അപ്പം ഡോക്ടർ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ ശരിയാണ്, തലച്ചോറ് ചുരുങ്ങി വരുന്നു. ഒരു ഞരമ്പ് നിശേഷം നശിച്ചു പോയി. തലയിൽ നിന്ന് വെള്ളം വയറ്റിലേക്ക് ഒഴുകുന്ന ഞരമ്പ് നശിച്ചു പോയി. ഹല്ലേലൂയ. കർത്താവ് ആ മരണത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് റിലീസായി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോന്നു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെ കൂടി പറഞ്ഞു, മണിക്കൂറിനൊരു കട ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ചായക്കട ഇട്ട് വന്നു. അങ്ങനെ ചായക്കട ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ വീടിനടുത്ത് ഒത്തിരി വയസ്സായ അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ വരുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത് അവസാനം കടം കയറി. ഹല്ലേലൂയ. ആ കടം കയറുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം കടം കയറി ഞാൻ കടം നിർത്തി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അമ്മച്ചിയാൻ കയറ്റം കയറി വന്നു കടയിലേക്ക്. അപ്പോൾ വിഷമം ചെല്ലുമ്പോൾ എനിക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായി. അപ്പം പറയും, അമ്മച്ചി ചായ കുടിച്ചോ, ഇവിടെ ഇരിക്കുക, 5 മിനിറ്റ് വിശ്രമിക്കുക, അതിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി, വീട്ടിൽ ചെന്നിട്ട് ഇപ്പം എന്നാ ചെയ്യാനാ എന്ന് പറഞ്ഞ് അവനൊക്കെ പറഞ്ഞ് വീണ്ടും. അപ്പം അങ്ങനെ കൊടുത്ത് പണപ്പെട്ടി കാലിയാണ്. ഹല്ലേലൂയ. പാല് മേടിക്കുന്നത് കടം, എന്നൊക്കെ കടം. ഹല്ലേലൂയ. മൊത്തം കടത്തിലായി പരിപാടി. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട തടച്ചച്ഛനെ വിളിച്ചു. അച്ഛൻ വിളിച്ചു പറഞ്ഞു, നീ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഔസപ്പച്ചമ്മൻ്റെ കൂടെ എന്നെ കൂട്ടിച്ചേർത്തത്. അച്ഛൻ പറഞ്ഞു, ഔസപ്പച്ച മണിക്കൂട്ടൻ നിനക്ക് പറ്റിയ ഒരാളെ തരാം, അവനെ നീ വേണ്ട രീതിയിൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തറച്ചച്ഛൻ ബഹുമാനപ്പെട്ട തറച്ച ഇംഗ്ലീഷിലായിരുന്നു. അച്ഛൻ ഗുഡ്നസിൻ്റെ ആളായിരുന്നു. അവിടെ എനിക്ക് റൂം തന്നു. ഞങ്ങൾ ഒത്തിരി പേരുണ്ട്, പിള്ളേർ ഒക്കെ ഉണ്ട്. ഡിവൈൻ ഹൗസിക്ക് പുതിയ സബ്സ്ക്രിപ്ഷൻ വിളിക്കാനും ആൾക്കാരായിട്ട് പരിചയപ്പെടാനും അങ്ങനെ ഡിവൈൻ മീഡിയ കൂട്ടായ്മ വഴി ബഹുമാനപ്പെട്ട ഔസപ്പച്ചമ്മൻ്റെ കൂടെ ഞാൻ കേരളം മുഴുവൻ വീണ്ടും ഞങ്ങൾ പോയി ഡിവൈൻ ഹൗസ് കൊടുത്തു. അങ്ങനെ മിടുക്കനായിട്ട് നടക്കുമ്പോഴാണ് 2018 ഡിവൈനിൽ മൊത്തം വെള്ളമാണ് കയറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ഏറ്റവും മുകളിലാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് വെള്ളം കയറി മൊത്തം നാശകോശമായി. വെള്ളം കയറി കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴുകാൻ തുടങ്ങി, ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോൾ പാലായിന്ന് രാമൂർത്തും ജോണേട്ടനും ടീമുകളും വന്നു. അവർ വന്നപ്പോൾ ഞാൻ ഒരു മുണ്ടൊക്കെടുത്ത് ഞങ്ങൾ കുറേ ചെറുപ്പക്കാരനുണ്ട്, അവരോടൊക്കെ പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്ഥാപനമാണ്, നമ്മൾ നശിച്ചു പോകരുത്, നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാനെടുക്കുകയാണ്. ക്ലീൻ ചെയ്യാനെടുത്ത് ഞങ്ങൾ ക്ലീനിങ് കഴിഞ്ഞ് തീരാറായി കഴിഞ്ഞപ്പോൾ അതെന്ന് വെച്ചാൽ ഫാമിലെ മൃഗങ്ങളെല്ലാം ചത്ത് ഒഴുകി വന്നു. അതിൻ്റെ അവശിഷ്ടം മൊത്തം പ്രാവ് ഇതെല്ലാം ചത്ത് ഒഴുകി വന്നു. അതിൻ്റെ അവശിഷ്ടം എല്ലാം കോരിക്കളഞ്ഞ് ഞങ്ങൾ ക്ലീനാക്കി മാറ്റി. ഇംഗ്ലീഷ് സെക്ഷൻ മുഴുവൻ ക്ലീനാക്കി മാറ്റി. ക്ലീനാക്കി മാറ്റിയതിന് ശേഷം ക്ലീനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചുമ തുടങ്ങി. ഈ ട്യൂബിക്കിടെ ഇൻഫെക്ഷൻ ഉള്ളിലേക്കിറങ്ങി എൻ്റെ കരളിനെ ആദ്യം ബാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഇവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് വഴി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അസുഖം കൂടുതലായി. ഞങ്ങൾ നേരെ കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് പോയി. കളമശ്ശേരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഞാൻ ആകെ അവസ്ഥയായി. കാരണം എന്നാ അവസ്ഥയായി, എന്നെ ശരീരം മൊത്തം ക്ഷീണിക്കാൻ തുടങ്ങി. വയറ് മാത്രമുണ്ട്, ഇത്രയും വയറ് മാത്രം. ഈ പ്രസംഗം എടുത്തിൻ്റെ ഇത്രയും ഞാനുമായിട്ട് വയറുണ്ട്. ക്ഷീണിക്കാൻ തുടങ്ങി. അങ്ങനെ നാശകോശമായി. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. വീണ്ടും കളമശ്ശേരിയിൽ നിന്ന് ഒന്ന് കണ്ടു. പലരും ഇവിടുന്ന് കാണാൻ വന്നു. കളമശ്ശേരി കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് നേരെ കോട്ടയത്തിന് വിട്ടു. കോട്ടയത്ത് 40 ദിവസം കിടന്നു.
അവർക്കും രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ ഒരു വശം പതുക്കെ തളർന്നു തുടങ്ങി. ഈ വർഷം വളർന്ന വശം പതുക്കെ തളർന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടർ കോട്ടയത്ത് ഡോക്ടർ പറഞ്ഞു, ഇവിടെ കിടത്തണ്ട, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇനി കോലഞ്ചേരിക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് പിന്നെ ആംബുലൻസ് ഒരെണ്ണം വിളിച്ച് കോലഞ്ചേരിക്ക് അവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോയി. കോലഞ്ചേരി ചെന്നത്തേക്കും ഞാൻ അമസ്തയായി. കോലഞ്ചേരി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മണിക്കൂറിൻ്റെ കരൾ മോശമായിരിക്കുകയാണ്, അതുകൊണ്ട് അതാണ് വയറൊക്കെ വീർത്ത് വരുന്നത്, കരൾ മൊത്തം നാശവശമായി, അതുകൊണ്ട് കോഴിക്കോട് ആശുപത്രി പോകണം. നിങ്ങൾ കോഴിക്കോട് ആശുപത്രിയിൽ പോയി പുതിയ കരൾ വാങ്ങിച്ചുകൊണ്ട് പെരുമ്പാടുന്ന് കോഴിക്കോട് ആശുപത്രി പോകണം. 25 ലക്ഷം രൂപയും കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ തലയിലെ മുടി കൊഴിയാനായി, ദേഹത്തെ തോലൊക്കെ പോയി, വയറ് മാത്രമുണ്ട്, ആഹാരമൊന്നും കഴിക്കാൻ വയ്യാത്തൊരവസ്ഥ. അപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ പോട്ടാശ്രമത്തിൽ വിളിച്ചു നോക്കി, അവിടെ എന്തെങ്കിലും രക്ഷയുണ്ടോ എന്നറിയാം എന്ന് പറഞ്ഞു. വൈദ്യശാസ്ത്രം മുഴുവൻ കൈവിട്ട അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കോട്ടയ്ക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോരെ, ഞാൻ നമ്മുടെ സ്ഥലമുണ്ട്, നിങ്ങൾക്കൊരു മുറി തരാം എന്ന് പറഞ്ഞ് മുറി വന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്മൽ അച്ഛൻ രോഗശാന്തി പ്രാർത്ഥന ആരാധന എഴുന്നള്ളിച്ച് വെച്ച് രോഗശാന്തി പ്രാർത്ഥന നടത്തുകയാണ്. നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആണ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ലിവറോസിസ് വന്ന് കരൾ തകർന്നു പോയ ഒരു വ്യക്തിക്ക് പുതിയ കരൾ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞു, ദൈവമേ, അത് എനിക്ക് തന്നെ ആകട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ധ്യാനം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോന്ന് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അസുഖം കൂടുതലാണ്. വീണ്ടും അടുത്തുള്ള അയൽക്കാരൊക്കെ ഓടി വന്ന് ആൾക്കാർ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവന് ഇച്ചിരി വെള്ളം തൊട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അസുഖം കൂടുതൽ വെള്ളം തൊട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യയുടെ ആങ്ങളിക്ക് വണ്ടിയുണ്ട്, ഭാര്യയുടെ ആങ്ങളെന്നെ വിളിച്ചു, വേഗം കോലഞ്ചേരി ആശുപത്രിയിലേക്ക് പോയി. കോലഞ്ചേരി ആശുപത്രി ചെന്നെത്തുകയും ഞാൻ മരിച്ച അവസ്ഥയായി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പരിശോധിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ കരൾ മാറ്റി വയ്ക്കാൻ പോയായിരുന്നു നിങ്ങൾക്ക്? ഇല്ല സാറേ, ഞങ്ങൾ പോയില്ല. പിന്നെ എവിടെയാണ് നിങ്ങൾ പോയത്? അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾ പോയത് പോട്ടാശ്രമത്തിലാണ്. അവിടെ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്മൽ അച്ഛൻ എന്നൊരു അച്ഛനുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മണിക്കൂറിന് പുതിയ കരൾ തന്ന് കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേരെടുത്ത ഡോക്ടറാണ്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മണിക്കൂറിൻ്റെ കരൾ പുതിയതുപോലെ ഇരിക്കുന്നത്. ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയമാണ് മണിക്കൂറിൻ്റെ കരള് പുതിയതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആസ്പത്രിയിൽ നിന്ന് പോന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വീട്ടിൽ വന്നപ്പോൾ സ്റ്റോക്കും ഫിക്സും പിടികൂടി. ഹല്ലേലൂയ. സ്റ്റോക്ക് പിടികൂടി, ഫിക്സും പിടികൂടി, വലതുവശം കംപ്ലീറ്റ് തളർന്നു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് അസുഖം കൂടി. ഹല്ലേലൂയ. വീണ്ടും കൂടി അസുഖം കൂടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കോലഞ്ചേരി ആശുപത്രിയിലേക്ക് ആൾക്കാർ പറഞ്ഞു കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. കൊണ്ടുപോയി അവിടെ ഡോക്ടർ വെന്റിലേറ്ററിൽ എടുത്തിട്ട് പറഞ്ഞു, മണിക്കൂറിന് വീണ്ടും വന്നു. പറഞ്ഞു 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 പ്രാവശ്യം മരിച്ചിട്ട് കർത്താവിനെ ഉയർപ്പിച്ച ഒരു പാവപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. വേഗം ഞങ്ങൾ ഇടവപ്പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ വികാരച്ചനും ഇടവയിലുള്ള ആൾക്കാരും കൂടി പ്രാർത്ഥന തുടങ്ങി.
വേഗം ഞങ്ങളുടെ വീടിൻ്റെ പറമ്പൊക്കെ ചെത്തി ശരിയാക്കി പന്തലൊക്കെ ഇടാനുള്ള സെറ്റപ്പായി. ഒത്തിരി ആളുകൾ എൻ്റെ ചാച്ചൻ്റെ ഒരു പൊതുപ്രവർത്തനം ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. വന്നുകൊണ്ടിരുന്ന് കടയിന് ഒക്കെ എല്ലാവരും ആശ്വസിപ്പിക്കലായി. എല്ലാം വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ അമ്മയുടെ കൂട്ടുകാരന്മാരൊക്കെ വന്നു പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് എല്ലാവരും അറിയിച്ചവരൊക്കെ ആശുപത്രിയിൽ ഓടി വന്ന് എല്ലാവരും കണ്ടോണം വന്ന് കണ്ടു. ഡിവൈനിൽ നിന്ന്, ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് അപ്സപ്റ്റംബറിനും പിന്നെ ജേക്കബിനും അങ്ങനെ കുറേ ആളുകൾ വന്നു. ഒരു അസിസ്റ്റൻ്റ് ഡോക്ടറും 2 നഴ്സുമാരും എൻ്റെ അരികത്തുണ്ടായിരുന്നു. എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞല്ലോ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞല്ലോ. പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തിന് വലിയ ഭയഭക്തി ഉണ്ടെന്ന് കർത്താവ് അന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. എൻ്റെ ജീവിതകാളി കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ ഇരുന്നു കൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇനി യാതൊരു പ്രതീക്ഷയില്ല, ഇനി രക്ഷിക്കാൻ പറ്റിയ ദൈവം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി യാതൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 3-ാമത്തെ രഹസ്യം കഴിഞ്ഞു. വെളുപ്പിന് 3 മണിയായി. 3-ാമത്തെ രഹസ്യം കഴിഞ്ഞ് വെളുപ്പിന് 3 മണിക്ക് ഞാൻ ഉണർന്നെഴുന്നേറ്റു. കർത്താവിനെ ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ചാടി ഇരുന്നൊക്കെ നോക്കിയപ്പോൾ മേത്ത് മുഴുവൻ വയറ് കടുപ്പിച്ചിരിക്കാം. അപ്പോൾ ഡ്യൂട്ടിക്ക് ഡോക്ടർ പറഞ്ഞു, ആ മണിക്കുട്ടന് ജീവൻ വീണു, അവൻ മരിച്ചിട്ടില്ല, അവന് ജീവൻ വീണു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നഴ്സുമാർക്കും അസിസ്റ്റൻ്റ് ഡോക്ടർമാർക്കും വേഗം മെയിൻ ഡോക്ടറെ വിളിച്ചു വരുത്തി വന്നു കഴിഞ്ഞ് ഒന്ന് കണ്ടു കഴിഞ്ഞ് പറഞ്ഞു, ആ ഡോക്ടർ പറയാണ് മണിക്കുട്ടൻ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ വയറൊക്കെ ചുങ്ങി. ഒന്ന് വർഷാപ്പിൽ കയറ്റിയതാണ് കർത്താവ്. എന്നിട്ട് സാധാരണ പറഞ്ഞു, നീ അവൻ്റെ കയ്യിൽ അവനുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയോ, പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ജീവൻ്റെ മേലെ കൈവെത്താൻ നിന്നെ വെറുതെ ആക്കില്ല എന്ന്. ആ ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ് മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്, വിലയുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്ന നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവമായ കർത്താവ് അനുവാദം കൊടുത്തു എന്നെ ബോഡി ഒന്ന് പുതുക്കി പണിയാൻ. അവനെ നഷ്ടപ്പെടുത്താനും ഒക്കെ നഷ്ടപ്പെടുത്തിയോ, പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ ജീവന്റെ മേൽ, ആത്മാവിന് മേൽ കൈവയ്ക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മണിക്കുട്ട, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ആസ്പത്രിയിൽ സേവനം തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയും ഇത്രയും വലിയ 14 ഓപ്പറേഷൻ ഞാൻ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ, 14 ഓപ്പറേഷൻ ചെയ്തു തന്നെ. 14 ഓപ്പറേഷൻ. അതിൽ 6 തലയിൽ 6 ട്യൂബ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.